ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ IDM എന്ന് നമ്മൾ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. അതായത് നമ്മുടെ എല്ലാം ബ്രൗസേഴ്സ്, അതായത് ബ്രൗസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാനും ഇൻ്റർനെറ്റിലുള്ള സാധനങ്ങൾ കാണാനും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രൗസേഴ്സ് പലതരം ബ്രൗസേഴ്സ് ഉണ്ട്. അതിൽ ക്രോം ഉണ്ടാവും, പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്, അതായത് ഇപ്പോഴത്തെ എഡ്ജ് എന്നൊക്കെ പറയുന്ന ബ്രൗസേഴ്സ്. ഇതിൽ ഡീഫോൾട്ടായിട്ട് അതിനകത്തൊരു ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ വഴി നമ്മളിപ്പോൾ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യുമ്പോൾ, ഈ മ്യൂസിക് ആവട്ടെ, ഒരു വീഡിയോ ആവട്ടെ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സ്ലോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ. ഇത് ഒരു 20 വർഷമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഈ വെബ്സൈറ്റാണിത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 30 ഡേ ട്രയലുണ്ട്. നമുക്കത് 30 ഡേയ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നമുക്കത് വാങ്ങിയാൽ മതി. പിന്നെ ഇതിൻ്റെ ക്രാക്ക് വെർഷനൊക്കെ ഉണ്ട്. ക്രാക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതൊരു വർത്തി സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പലരും വിചാരിക്കും ഇൻ്റർനെറ്റ് ഡൗൺലോഡ് മാനേജർ, അത് IDM നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്പീഡ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും എന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എടുത്തേക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ പ്ലാൻ, ആ പ്ലാൻ എത്രയാണോ, ഉദാഹരണം പറഞ്ഞ ഒരു 40 Mbps പ്ലാൻ ആണെങ്കിൽ ആ 40 Mbps വരെ നമുക്ക് മാക്സിമം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതലില്ല. പക്ഷേ അതെങ്ങനെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇത് ചെയ്യുക. ആ 40 Mbps നല്ല എഫിഷ്യൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഇതിനകത്ത് ട്രൈ IDM 30 ഡേയ്സ് ട്രയലുണ്ട്. ഇതൊരു ഉപയോഗിച്ച് നോക്കുക. ഇതിനകത്ത് എൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഗൂഗിൾ ക്രോമിൽ, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഇതിലെല്ലാം ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് അത് ആഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ കണ്ടൻറ് ഉണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് വിത്ത് IDM കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ കയറുകയാണ്. യൂട്യൂബിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണണം. അപ്പോൾ അതേ ഡൗൺലോഡ് ദിസ് വീഡിയോ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അത് തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതൊക്കെ ക്വാളിറ്റിയിലുള്ളതാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളതെന്ന് കാണിക്കും. 4K ഉണ്ട്, 1440 ഇതിൻ്റെ ഉണ്ട്, 1080p ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് ആവശ്യം അത് ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ നമുക്ക് ഡൗൺലോഡായി കിട്ടും. ഇത് നിങ്ങൾ ജസ്റ്റ് വെച്ച് നോക്കിയാൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് വിത്ത് IDM എന്ന ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 105.92 GB ഉള്ള ഫയൽ എന്താണ് ഡൗൺലോഡ് ആവുന്നുണ്ടോ? ഇപ്പോൾ 10.2 ആ റേഞ്ചിലാണ്, MB/s ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഇതുണ്ടെന്ന് കാണിക്കും. ഇതിനകത്ത് ഒരു ഡേറ്റയുടെ പല പീസായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്ത് ഡൗൺലോഡ് ആവുന്നത്. അത് മാക്സിമം സ്പീഡ് കൂട്ടാൻ പറ്റും ഇതിൽ. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇതിനകത്ത് അറിയാൻ പറ്റും നമ്മൾ ടൈം കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഓരോരോ ഫയൽ ഇങ്ങനെ ഡൗൺലോഡ് ആകുമ്പോഴത്തേക്ക് ഇതിൽ കാണിക്കും. നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനകത്ത് പല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 ഇയറിന് 980, ലൈഫ് ടൈം ആണെങ്കിൽ 2050 ആണ്. അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. വാങ്ങാൻ പറ്റുന്നവർ ഇത് വാങ്ങിക്കുക. താങ്ക് യു.